അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോമോൾ, ഇതെൻ്റെ ഹസ്ബൻഡ് ജിബിൻ, ഇത് ഞങ്ങളുടെ കൊച്ച് ഇസഹാക്ക്. ഞാൻ 2024 ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഇവന് ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് ഹാർട്ടിന് ഹോളുണ്ടെന്ന്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ആണ് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം വെച്ചത്. ഇവനെ അടുത്ത എക്കോ ചെയ്യുമ്പോൾ ആ ഹോള് പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കണമെന്ന്. അതുപോലെ തന്നെ ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോൾ എക്കോ എടുത്തു. അപ്പോൾ പൂർണ്ണമായിട്ടും ആ ഹോള് അടഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ നിയോഗം ഞാൻ സമർപ്പിച്ചത് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു. അവൻ ഷാർജയിലാണ്. അവൻ 20 വയസ്സാണുള്ളത്. അവൻ്റെ വയസ്സിനുള്ളത്ര ജോലിയല്ലായിരുന്നു അവന് നൽകിയത്. അവന് കണ്ടിന്യൂസ് ഡ്യൂട്ടി സമയമായിരുന്നു. അവന് ഫുഡ് കഴിക്കാൻ സമയമില്ല. വന്നു കഴിഞ്ഞാൽ തന്നെ അവന് ഡ്രസ്സൊന്നും അലക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു അവന് കമ്പനി അക്കോമഡേഷൻ നൽകിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം സമർപ്പിച്ചതിന് ശേഷം അവന് അബുദാബിയിലേക്ക് ജോലി കിട്ടി. അവിടെ അവന് നല്ലൊരു പൊസിഷനിൽ തന്നെ ജോലി ലഭിച്ചു. അവന് ഓവർ ടൈം ഡ്യൂട്ടിയൊന്നും ചെയ്യേണ്ട, ആ കമ്പനി നൽകിയ സമയം മാത്രം ഡ്യൂട്ടിയുള്ളൂ. അവന് നേരത്തെ ഉണ്ടായിരുന്ന സാലറിയേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെടുത്തി കമ്പനി കൊടുത്തു. പിന്നെ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ കൊച്ചിന് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വയറുവേദന ഉണ്ടായിരുന്നു. ആ വയറുവേദന എന്ന് പറഞ്ഞാൽ അതിശക്തമായ വയറുവേദനയായിരുന്നു. കൊച്ച് കയ്യിലൊന്നും നിൽക്കുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ഉതിർന്ന് താഴ്ത്ത് വീണ് കൊച്ചു കിടന്ന് ഉരുളുക. പെട്ടെന്ന് തന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലെടുത്തു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അവനെ കുരിശ് വരച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കൊച്ചിനെ വയറിൻ്റെ നോവ് അങ്ങനെയുള്ളതൊന്നും അല്ല, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം എന്താണെന്ന്. പെട്ടെന്ന് തന്നെ അവർ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ കൊച്ചിൻ്റെ വെൺകുടൽ ചെറുകുടലിലേക്ക് കയറിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കൊച്ചിങ്ങനെ കിടന്ന് അതിശക്തമായി കിടന്ന് വേദന കൊണ്ട് ഉരുളണേന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു പീഡിയാട്രിക്കിനെ അവർ ഇൻഫോം ചെയ്തു. പീഡിയാട്രിക് വേഗം തന്നെ വന്നു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമുക്കിത് നേരത്തെ സംഭവിച്ചതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നമുക്ക് അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും, ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളതെന്ന്. പെട്ടെന്ന് തന്നെ ഡോക്ടർ ഞങ്ങളെയും കൂടി കയറ്റി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ പ്രോസസ്സിങ്ങിൽ തന്നെ കൊച്ചിൻ്റെ കുടലിങ്ങനെ മാറണം. ഞങ്ങൾ അന്നേരം ഞാനും ഹസ്ബൻഡ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. മാതാവേ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ, മാറ്റി തന്നെ, ഞങ്ങൾക്ക് വേറെ നിവർത്തിയൊന്നുമില്ല, ഇനി സർജറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം വേറെ ആരുമില്ല ഞങ്ങളുടെ കൂടെ, ഞാനും ഹസ്ബൻഡിൻ്റെ അനിയത്ത് മാത്രമേ ഉള്ളൂ. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഒന്ന് മാറ്റി തന്നേക്കണം, മാറ്റി തന്നു കഴിഞ്ഞാൽ തന്നെ ഞാനിവിടെ വേഗം കൊച്ചിനെ കൊണ്ടുവന്നോളാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നത് പോലെ തന്നെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, അവൻ്റെ കുടല് വേഗം തന്നെ മാറുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ പ്രോസസ്സിങ് തീരണതിന് മുമ്പായിട്ട് തന്നെ കൊച്ചിൻ്റെ കുടല് മാറി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മാതാവ് ഇങ്ങനെ എന്നെ കാണിച്ചു തരും ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ എൻ്റെ വീട് ഇവിടെ വളമംഗലത്താണ്. അപ്പം ഞാൻ വീട്ടിൽ വന്ന സമയത്ത് അന്ന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. കൊച്ച് കിടന്നുറങ്ങുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, രാത്രിയായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തെ റൂമിലേക്ക് പോകാൻ പോലും പേടിയായിരുന്നു. അപ്പോഴേക്കും ഞാൻ രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എന്ത് എനിക്ക് ഇങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് പോലും എനിക്ക് ഇങ്ങനെ ഇത്ര പേടി അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പിറ്റേ ദിവസം പപ്പയോട് പറഞ്ഞു എനിക്ക് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എന്നെ എന്തോ 2-3 പേര് ഇവിടെ വന്ന് എന്തോ ചെയ്യുന്ന പോലെ എന്നെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു നോക്കണം, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളിവിടെ ചുറ്റിനൊക്കെ നോക്കുന്ന എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന്. അതേപോലെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ ഇങ്ങനെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എടി നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു കുപ്പിയിൽ ചുമന്ന എന്തോ ഇതുണ്ടായിരുന്നു, ഒരു റെഡ് കളറിലെ ഇതുപോലെ ബ്ലഡ് പോലെ, എന്നിട്ട് അതിൽ തകിടും സാധനങ്ങളും ഇട്ടിട്ട്
ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവും ഒക്കെ ഇട്ടേക്കുമായിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു മാതാവ് എന്നെ കാണിച്ചു തന്നതാണ്. കാരണം അതങ്ങനെ അവിടെ കിടക്കുമായിരുന്നെങ്കിൽ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയോട് പറഞ്ഞു ഇത് മാതാവ് കാണിച്ചു തന്നതാ ഇതപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇതാരാ ഇത് ചെയ്തേക്കുന്നതെങ്കിലും അവർക്കൊന്നും വരുമൊന്നും വേണ്ട, എന്നാലും ഞങ്ങളുടെ മുമ്പിൽ അതൊന്ന് കാണിച്ചു തന്നോ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ആരാന്നത് കാണിപ്പെടുത്തി തന്നു മാതാവ്. പിന്നെ മാതാവ് ഞങ്ങൾ പല രീതി, അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ ബ്രദറും മമ്മിയും കൂടി ഇത്തിരി പ്രശ്നങ്ങളായിട്ട് അവർ അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്തിരി സൗന്ദര്യ പ്രശ്നം കാരണം അവരങ്ങനെ വരുമൊന്നുമില്ലായിരുന്നു. പിന്നെ അത് ഞാൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിയോഗപ്രകാരം തന്നെ മാതാവ് എനിക്ക് ഞങ്ങളുടെ ഫാമിലിയായിട്ട് അവർ നല്ല രീതിയിൽ തന്നെ പോകാൻ തുടങ്ങി. ആ പഴയ പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും വരുമോ ഞങ്ങൾ അങ്ങോട്ട് പോകുമോ നല്ല രീതിയിലുള്ള ഒരു സ്നേഹബന്ധം തന്നെ പുലർത്താൻ പറ്റി. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ സാമ്പത്തികപരമായി മറ്റുള്ളവരെ സഹായിക്കും. അതേപോലെ തന്നെ ഡ്രസ്സൊന്നും ഇല്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അതേപോലെ തന്നെ നേരത്തെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ DP ആയിരുന്നു ഞങ്ങളെപ്പോഴും ഏത് സമയവും DP മാറ്റുക അങ്ങനെ. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൽ പിന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോ മാത്രമേ എൻ്റെ DP ആയിട്ട് ഇടാറുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു നീ ഇതിനൊക്കെ എന്ത് പറ്റി, നീ ഏത് സമയമോ നീ അങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഫോട്ടോയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തു, ഞാനിനി എൻ്റെ ഫോട്ടോ അങ്ങനെയൊന്നും ഇടത്തില്ല, എൻ്റെ അമ്മ മാതാവിൻ്റെ ഫോട്ടോ മാത്രമേ ഞാൻ എൻ്റെ വാട്സപ്പിൽ ഇടത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നല്ല രീതിയിൽ കുമ്പസാരിക്കാൻ പറ്റി. ഉടമ്പടി എടുത്ത പിന്നെ നല്ല രീതിയിൽ എനിക്ക് എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റി. അല്ലെങ്കിൽ ചെറിയ ചെറിയ പാപങ്ങളായാലും പോലും ഞാൻ ചിലപ്പോൾ അതൊക്കെ മാറ്റുമായിരുന്നു. നല്ല രീതിയിൽ കുമ്പസാരിക്കാൻ പറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനം 145:19 ഇപ്രകാരം തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഇവിടെ ജോമോൾ ജിബിൻ തൻ്റെ കുഞ്ഞിന് കിട്ടിയ സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ കരുതലിൽ ആ കുഞ്ഞ് എങ്ങനെയാണ് വളർന്നു വരുന്നത്, 2 രീതിയിലുള്ള, അതായത് ഒന്ന് ഹാർട്ടിന് ഹോള്, മറ്റൊന്ന് കുടലുകൾ, ചെറുകുടലും വൻകുടലും അത് ഒരുമിച്ച് ആകുന്ന ആ ഒരു അസ്വസ്ഥതകൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ആ കുഞ്ഞിന് കിട്ടിയ സംരക്ഷണം, പിന്നീട് തൻ്റെ ബ്രദറിൻ്റെ കാര്യം, തൻ്റെ കുടുംബത്തിൽ തനിക്ക് പല കാര്യങ്ങളും അമ്മ മുൻപേ കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് തിരുവചനം അരുളി ചെയ്യുന്നത് അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അതായത് ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ദൈവം, ആ ദൈവം തീർച്ചയായും നാം കർത്താവിനോടൊത്താണെങ്കിൽ കർത്താവ് നമ്മോടൊത്തുണ്ട്. ഈ മകൾക്ക് തൻ്റെ DP അതൊക്കെ ആഴ്ചയിലോ അല്ലെങ്കിൽ